അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ആദ്യ സംവാദത്തിൽ കൊണ്ടും കൊടുത്തും മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവുമായ ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും കുടിയേറ്റം, അഫ്ഗാനിൽ നിന്നുള്ള സൈനിക പിന്മാറ്റം, സമ്പദ് വ്യവസ്ഥ, ഉക്രൈൻ ഇസ്രായേൽ യുദ്ധങ്ങൾ, പ്രായാധിക്യം, കാലാവസ്ഥാ പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നിറഞ്ഞു നിന്ന സംവാദം 1 മണിക്കൂർ 40 മിനിറ്റ് നീണ്ടുനിന്നു. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ചോദ്യത്തിലായിരുന്നു സംവാദം ആരംഭിച്ചത്. പ്രസിഡന്റ് ജോ ബൈഡനാണ് ആദ്യം സംസാരിച്ചു തുടങ്ങിയത്. സമ്പദ് വ്യവസ്ഥ തകർത്താണ് ഡൊണാൾഡ് ട്രംപ് ഭരണത്തിൽ നിന്ന് ഇറങ്ങിയതെന്നും തങ്ങൾ അധികാരത്തിലേറിയതിനു ശേഷമാണ് ഇത് ശരിയാക്കിയെടുത്തതെന്നും ബൈഡൻ അവകാശപ്പെട്ടു. എന്നാൽ തന്റെ കാലത്ത് US-ന്റേത് മഹത്തായ സമ്പദ് വ്യവസ്ഥയായിരുന്നു എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. പരസ്പരം കള്ളനെന്നും ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രസിഡന്റ് എന്നും ഇരുവരും വിളിച്ചു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സംവാദം അക്ഷരാർത്ഥത്തിൽ പോർക്കളമായി മാറിയെന്ന് തന്നെ പറയാം. വ്യക്തിപരമായ ആരോപണ പ്രത്യാരോപണങ്ങൾക്കായിരുന്നു ഇരു നേതാക്കളും പ്രാധാന്യം നൽകിയത്. ഉക്രൈൻ യുദ്ധവും ഇസ്രായേൽ പാലസ്തീൻ യുദ്ധവും സംവാദത്തിൽ പ്രധാന ചർച്ചാ വിഷയമായി. $200 ബില്യൺ ഇതിനോടകം ഉക്രൈന് നൽകി. താൻ വിജയിക്കുകയാണെങ്കിൽ ഓഫീസിൽ എത്തുന്നതിന് മുൻപ് തന്നെ യുദ്ധം തീർക്കും. യുദ്ധം അവസാനിപ്പിക്കാൻ ബൈഡൻ ഒന്നും ചെയ്തിട്ടില്ലെന്നും റഷ്യയെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിലാണ് ബൈഡന്റെ പെരുമാറ്റമെന്നും ട്രംപ് ആരോപിച്ചു. മാത്രമല്ല, തന്റെ ഭരണകാലത്ത് ഇറാൻ സാമ്പത്തികമായി വളരെ മോശം സ്ഥിതിയിലായിരുന്നു. എന്നാൽ ബൈഡന്റെ കാലത്ത് അവർ സാമ്പത്തികമായി ശക്തിപ്പെട്ടു. ഇറാൻ ശക്തി പ്രാപിച്ചത് ഹമാസിന് സഹായകരമായി. അതാണ് ഇസ്രായേലിനെതിരായ ആക്രമണത്തിലേക്ക് നയിച്ചതെന്നും ട്രംപ് പറഞ്ഞു. ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ ആദ്യ വർഷത്തിൽ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചു. അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ലജ്ജാകരമായ ഒരു ദിനമായിരുന്നു അതെന്നും ട്രംപ് പറഞ്ഞു. അടുത്തിടെ താൻ ഫ്രാൻസിൽ D-Day ആചരണത്തിന് പോയതും വീരമൃത്യു വരിച്ച ധീരജവാന്മാർക്ക് ആദരമർപ്പിച്ചതും ലോകമഹായുദ്ധങ്ങളിൽ ജീവൻ നഷ്ടമായവരുടെ ശവകുടീരങ്ങൾ സന്ദർശിച്ചതും ബൈഡൻ ഓർത്തെടുത്തു. എന്നാൽ 2018 അവിടം സന്ദർശിക്കാൻ ട്രംപ് വിസമ്മതിച്ചതിനെ കുറിച്ചും അദ്ദേഹം വിമർശിച്ചു. തന്നെ ശിക്ഷിക്കപ്പെട്ട കുറ്റവാളി എന്ന് വിളിച്ചതിന് മറുപടിയായി ട്രംപ് ബൈഡനെ ക്രിമിനൽ എന്നാണ് വിളിച്ചത്. ബൈഡൻ പല ഭീകരകൃത്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നും ബൈഡനും ശിക്ഷിക്കപ്പെടുമായിരുന്നുവെന്നും ട്രംപ് ആരോപിച്ചു. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, സംവിധാനങ്ങൾ തന്നെ തെറ്റുകാരനാക്കുകയായിരുന്നുവെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി. ബൈഡന്റെ മകൻ ഹണ്ടർ ബൈഡൻ വലിയ തെറ്റിന് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ട്രംപ് ആരോപിച്ചു. ബൈഡന് താൻ എന്താണ് പറയുന്നതെന്ന് അറിയില്ലെന്നും ട്രംപ് പരിഹസിച്ചു. കുറ്റകൃത്യങ്ങൾക്ക് എത്ര തുക പിഴയടച്ച ആളാണ് ട്രംപ് എന്ന് ബൈഡൻ തിരിച്ചു ചോദിച്ചു. പൊതുസ്ഥലത്ത് വെച്ച് ഒരു സ്ത്രീയെ അപമാനിച്ചതിനടക്കം പിഴയൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഭാര്യ ഗർഭിണിയായിരിക്കെ നീലചിത്ര നടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതടക്കം നിരവധി തെറ്റുകൾ ചെയ്ത വ്യക്തിയാണ് ട്രംപ് എന്നും ബൈഡൻ ആരോപിച്ചു. യാതൊരു ധാർമ്മിക മൂല്യങ്ങളും പുലർത്താത്ത വ്യക്തിയാണ് ട്രംപ്. അമേരിക്കൻ ജനാധിപത്യത്തെക്കുറിച്ചും ട്രംപിന് ബോധ്യമില്ലെന്നും ബൈഡൻ കുറ്റപ്പെടുത്തി. 2024 തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കുമോ എന്ന് സംവാദത്തിന് അവസാനം ബൈഡൻ ട്രംപിനോട് ആരാഞ്ഞു. എല്ലാം ശരിയായി നടക്കുന്നുവെങ്കിൽ അംഗീകരിക്കുമെന്നായിരുന്നു മറുപടി. എന്നാൽ ട്രംപ് ഫലം അംഗീകരിക്കുന്ന കാര്യം തനിക്ക് സംശയമാണെന്നായിരുന്നു ബൈഡന്റെ മറുപടി. അതേസമയം ട്രംപിന്റെ ആരോപണങ്ങൾക്കെല്ലാം ബൈഡൻ മറുപടി പറഞ്ഞെങ്കിലും പലപ്പോഴും ബൈഡന്റെ ശബ്ദം ഇടർന്നുണ്ടായിരുന്നു. ചില ഉത്തരങ്ങൾക്കൊന്നും വ്യക്തതയും ഉണ്ടായിരുന്നില്ല. താരതമ്യേന മൃദുഭാഷിയായ ബൈഡൻ തന്റെ പതിവ് ശൈലിയിൽ തന്നെ സംസാരിച്ചപ്പോൾ ട്രംപ് പലപ്പോഴും വാക്കുകൾക്ക് മൂർച്ച കൂട്ടി. ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ നടക്കുന്ന ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ കൺവെൻഷനുകൾക്ക് മുന്നോടിയായാണ് സംവാദം നടന്നത്. ഇരു പാർട്ടികളും ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ ശേഷമുള്ള ആദ്യ സംവാദം എന്ന പ്രത്യേകതയും ഇതിനുണ്ടായിരുന്നു. 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള സംവാദത്തിനിടെ 2 ഇടവേളകളായിരുന്നു ഉണ്ടായിരുന്നത്. മുൻ സംവാദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി സ്റ്റുഡിയോ ഫ്ലോറിൽ കാണികളില്ലെന്ന പ്രത്യേകതയും ഉണ്ടായിരുന്നു. CNN-ന്റെ നേതൃത്വത്തിലാണ് പ്രസിഡൻഷ്യൽ സംവാദം നടക്കുന്നത്.